പന്നിയുടെ ചോര മാത്രമല്ല തല മുതൽ വാല് വരെ ഇവിടെ ചെവിയുണ്ട്, ലിവർ ഉണ്ട്, വാലുണ്ട്, വാരിയുണ്ട്, കൊടലുണ്ട്, പിന്നെ ചോരയുണ്ട്. ഇതൊരു ഗോവൻ സ്പെഷ്യാലിറ്റി ഡിഷാണ് പോർക്ക് സോർപോട്ടൽ. റെഡി പോർക്കിന്റെ ചോര കൊണ്ട് ഒരു കറി അല്ലേ, ചോരക്കളി, അതിലൊരു കറി. പോർക്കിന്റെ തല മുതൽ വാല് വരെ ഒരു ജീവിയുടെ നോസ് ടു ടെയിൽ കോൺസെപ്റ്റ്, അതും സൗത്ത് ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനും ഒനിയിലും കൂടിയിട്ട് ഗോവയിൽ ചെന്നിട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു ഡിഷ് എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിൽ പോർക്ക് സോർപോത്തലായിരിക്കും. നമ്മുടെ വിൻഡോയിൽ പോലെ ഇരിക്കുന്ന സാധനം തന്നെയാണ്, ഒരൊറ്റ മാറ്റേ ഉള്ളൂ, പന്നിയുടെ എല്ലാ ഭാഗവും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ഇറച്ചി കഴിച്ചാൽ മുതലാവുക, ഈൽഡ് എന്നുള്ളത്. ഈ ഈൽഡ് കോൺസെപ്റ്റിൽ വന്ന ആളുകളാണ് നമ്മൾ. നീയൊക്കെ എന്ത് ആദിവാസിയാണ്ടാന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ. കാരണം നമ്മൾ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടിലേക്കൊന്നും പോകണ്ട. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ ഒരു കോഴി മേടിക്കുമ്പോൾ കോഴിയുടെ കുടലും ഇതൊക്കെ സെപ്പറേറ്റ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എസ്പെഷ്യലി ഇൻ സൗത്ത് ഇന്ത്യ. അപ്പ് നോർത്തിൽ നമ്മൾ ഈ മേഘാലയയിലൊക്കെ ട്രൈബൽ ഏരിയകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സാധാരണ അതും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ ഗോവ പോലെയുള്ള ഒരു സ്ഥലത്ത് ഓപ്പൺ ആയിട്ട് സോർപോത്തൽ അല്ലെങ്കിൽ പന്നിയുടെ നോസ് ടു ടൈൽ എല്ലാ ഭാഗങ്ങളും ചേർത്തിട്ടുള്ള കറി. ബിഗ് താങ്ക്സ് ടു ഒനിൽ. ഒനിലിനെ ചിലപ്പോൾ കണ്ടില്ലായിരുന്നു വെച്ചെങ്കിൽ ഞാൻ ഇതിന്റെ ഹിസ്റ്ററി തന്നെ നോക്കില്ല, എങ്ങനെ സാധനം ഉണ്ടെന്ന് പോലും ഞാൻ അറിയില്ലായിരുന്നു. ഈ ഡിഷിന്റെ പേരാണ് സർപ്പം. സർപ്പം തൽ സർപ്പോത്തൽ. സർപ്പോത്തൽ എന്നാണ് ഡിഷിന്റെ പേര്. ഇത് എന്താണെന്ന് ഞാനിപ്പോ പറയാം. ഇപ്പുറത്ത് ഇരിക്കുന്നത് എന്താണെന്ന് അറിയോ, കള്ളപ്പവും ഇണ്ടറിപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സാധനം. ഇതിന്റെ പേരാണ് സന്നാസ് കേട്ടോ. ഓക്കെ, അന്നാസ് എന്നൊക്കെ പറഞ്ഞ പോലെ സന്നാസ്. ഓക്കെ, ഇതിന്റെ ടെക്സ്ചർ നമുക്ക് നോക്കി വെക്കാം. സർപ്പോത്തിൽ എന്താണെന്ന് ഒലിയിൽ പറയണ്ട. ഇതൊരു വെറൈറ്റി സാധനമാണ്, പേരാണ് സഹിക്കാൻ പറ്റത്. സർപ്പോത്തൽ. ഒലിയിൽ യെസ്, സർപ്പോത്തൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പോർച്ചുഗീസ് ഗോവൻ ഡിഷാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിഗിൻ്റെ ബ്ലഡ്, പിന്നെ അതുകൂടാണ്ട് ലിവർ, പിന്നെ ഒഫൽസ്, അതായത് ഫുള്ള് ഇൻറ്റസ്റ്റൈൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റ്യൂ ആണ്. ഭയങ്കര വിനീഗറിയാണ്. മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ. പന്നിയുടെ ചോര വരെ ഇതിനകത്തുണ്ട് കേട്ടോ. നാക്ക്, ചോര, ചെവി, എവറിത്തിങ്. എനിക്ക് ശരിക്കും ഓർമ്മ ഒരു മെക്സിക്കൻ സ്റ്റൈൽ ഓഫ് ഡിഷ് എന്നുള്ള പറഞ്ഞു. ഓക്കെ, സർപ്പോത്തയ. പൊളിയായിട്ടുണ്ട്. ഭയങ്കര അടിപൊളി, ഭയങ്കര അടിപൊളി. സന്നാസല്ല, സന്നാസായിട്ട് കഴിച്ചോടാ. എൻ്റെ പ്രൊഡ്യൂസറാണ്. നമ്മുടെ ഒരു കള്ളപ്പത്തിന്റെ ഫ്ലേവർ അല്ലേ, സെയിം കള്ളപ്പത്തിന്റെ ഫ്ലേവർ ഉണ്ടോ? കള്ളപ്പത്തിന്റെ തന്നെ ഫ്ലേവർ. അറബികൾ ഉണ്ടാക്കുമ്പോൾ കള്ള ഉണ്ടായിരുന്നില്ല, അതിവിടെ കോയിലും നല്ല സാധനം ഉണ്ടോ. നമ്മുടെ വെള്ളയപ്പമാണ് കള്ളപ്പത്തിന്റെ ഒക്കെ ഒരു കഴിച്ചോണ്ടിരിക്കും. സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ. പോർക്കിന് ഞാൻ ഫസ്റ്റ് എപ്പോഴും ലച്ചോണാണ് കേട്ടോ. ലച്ചോണാണ് എൻ്റെ ടോപ്പ്. പക്ഷെ കറിയില് ഈ സാധനം സർപ്പോത്തൽ പൊളി. അടിപൊളി അടിപൊളി കേട്ടോ. മസ്റ്റ് ട്രൈ. നിങ്ങൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കഴിക്കാൻ പറ്റണമെങ്കിൽ ഇവിടുന്ന് കഴിച്ചോ, അതല്ലെങ്കിൽ ഗോ ഇനി പറഞ്ഞ ഈ സർപ്പോത്തൽ ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് പന്നിയുടെ ഏത് ഭാഗം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 2 ചെവി എടുത്തു വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 200-250 ഗ്രാം ലിവർ ഉണ്ട്. പിന്നെ പന്നിയുടെ വാല് കടയിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ വെട്ടിയിട്ട തന്നിട്ടുള്ളത്. അപ്പോൾ പന്നിയുടെ വാലുണ്ട്. വാരിയുടെ 2, ഒരെണ്ണം ബോൺലെസ് പീസും ഉണ്ട്, ഒരെണ്ണം ബോണുള്ള പീസും ഉണ്ട്. പിന്നെ പോർക്ക് ടെരോ, അതായത് നമ്മുടെ പന്നിയുടെ ശരിക്കും കുണ്ടിയുടെ തൊട്ട് മുകളിലുള്ള കുടൽ ഭാഗമാണ് ഇത് കേട്ടോ. ഇതൊരു ഏതാണ്ട് 1/2 കിലോ പീസ് അതുണ്ട്. കുറച്ച് ചോരയുണ്ട്. ഇതിനെല്ലാത്തിനെയും കൂടിയിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഉള്ളൂ ഇന്ന് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് ബേ ലീവ്സ് ഞാൻ ഇടുന്നുണ്ട്, കുറച്ച് ചോരയുടെ പീസും ഞാൻ കുക്കറിലിടുന്നുണ്ട് കേട്ടോ. ഇതിൽ വെള്ളം ഞാൻ കണ്ടമാനം ഒഴിക്കണില്ല കേട്ടോ, കാരണം ഈ വെള്ളം മൊത്തം നമുക്ക് ഉപയോഗിക്കണം. അത് കാരണം എപ്പോഴും വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. കുറച്ച് ഉപ്പിടുന്നുണ്ട് ഞാൻ. അവർ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല കേട്ടോ. വെറുതെ മഞ്ഞപ്പൊടി വെറുതെ കളയാം, കാരണം നാളെ നമുക്ക് വീണ്ടും മഞ്ഞപ്പൊടി ഇടാനുള്ള. കപ്പിൾ ഓഫ് ഗാർലിക്, സംഭവം ശരിയായിട്ടുണ്ട് കേട്ടോ. നാളെ തന്നെ ചെറിയ കഷ്ണമാക്കിയിട്ട് നമുക്ക് അരിയണം. പിന്നെ നമ്മുടെ ചെവിയൊക്കെ ഒട്ടി, ലിവർ, കുടല്,
കണ്ട റിബ്സ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ചോരയുള്ള സ്റ്റോക്ക്. കണ്ട ഇതാണ് അതിൻ്റെ ചോര. കണ്ട ഈ സ്റ്റോക്കിലാണ് നമ്മൾ നമ്മുടെ കറി ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ പോണു ഓൾ നൈറ്റ്. അപ്പോൾ ഒന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് സെറ്റായിട്ടിരിക്കും. നാളെ നമുക്ക് ഇവനെ സ്മോക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ സൊർപ്പോട്ടിലാക്കണം. ഓക്കെ, ബ്യൂട്ടിഫുൾ. രണ്ടാം സ്ഥലം നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പോർക്ക് കണ്ട ചോരയൊക്കെയുള്ള ഭാഗം പക്ഷേ വിറങ്ങലിച്ചു. സ്കിന്നല്ലാച്ചിങ്ങനെ ഭയങ്കര ഗ്ലൂയി ആയിട്ട് ഇങ്ങനെ ഒട്ടും. ഇപ്പോൾ ഒട്ടുന്നില്ലേ, കണ്ട നന്നായിട്ട് ഉണങ്ങി. ഈ ചെവിയൊക്കെ നോക്കിയേ, കണ്ട അതിൻ്റെ മുകളിലെ കൊളാജൻ കണ്ട ഒട്ടിപ്പിടിച്ചിട്ടിരിക്കണേ. പിന്നെ അതേ വാലിരിക്കണു, ലിവർ ഇരിക്കണു, പിന്നെ അതേ കുടലിരിക്കണു. ഇതൊക്കെയാ നല്ല സൂപ്പർ 2 കുടൽ. ഓക്കെ, നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പോർക്കെല്ലാം കൂടി ഞാൻ സ്മോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. ഈ സ്റ്റേജിൽ ഗോവൻസ് ചെയ്യുന്നത് ശരിക്കും ഫ്രൈയിങ് ആണ്. ഇതിനെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാണ്. അതിന് പകരം എനിക്ക് കുറച്ചുകൂടി ആ സ്മോക്കി ഫ്ലേവറാണ് ആ കറിയിൽ ഇഷ്ടം. അപ്പോൾ ഇതങ്ങനെ അവർ ചെയ്ത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ സ്മോക്ക് ചെയ്യാൻ പോണത്. വല്ലാണ്ട് കരിക്കണ്ട, നമുക്ക് ചെറിയൊരു സ്മോക്കിംഗ് ഫ്ലേവറാണ് ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് ആക്കേണ്ട കാര്യമില്ല. അവർ വലിയൊരു പാനിൽ എടുത്തിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം മാത്രമേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ, നല്ല സ്മോക്കായിട്ടുണ്ട്. ഒരുപാട് സ്മോക്കി ഫ്ലേവർ വേണ്ട നമുക്ക്. ചെവിയൊക്കെ നല്ല സ്മൂത്തായി തുടങ്ങി. ഇത് സ്മൂത്ത്. പോർക്കിൻ്റെ വാലിൻ്റെ മുകളിലൊക്കെ കളറായി. ഞാൻ അതിനെ സൈഡിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, കൂടെ നൈസ് ചാർ ഗ്രിൽഡ്. കുറച്ച് ഈ സൈഡ് ബേൺ ആയിട്ടുണ്ട്. ടു ഹോട്ടാണ് ആ സൈഡ്. അതാണ് ദാറ്റ്സ് ഓക്കെ. നമ്മുടെ കുടൽ ഭയങ്കര ഫാറ്റുള്ള ഏരിയ ആണ് കേട്ടോ. കുടൽ നന്നായിട്ട് പെട്ടെന്ന് കരിയും. അതാണ് ഞാൻ ഈ സൈഡിലേക്ക് ഇവിടെ തീയില്ല അങ്ങോട്ട് മാറ്റിയിട്ടത്. ലിവർ ഇതൊക്കെ മരക്കഷ്ണം പോലെ ഇരിക്കണവൻ. ഒരു ചെവി ഉണ്ടായിരുന്നല്ലോ. 2 മിനിറ്റ് ഇവരിട്ടിരിക്കട്ടെ. നല്ല പൊരിഞ്ഞ മഴ പെയ്യണ് പുറത്ത്. ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. കണ്ട നല്ല നെയ്യുള്ള സാധനം കുടൽ പെട്ടെന്ന് ഇതാവും കേട്ടോ. ചെവി അത്യാവശ്യം കാരമലൈസ്ഡായി. റെഡി, ബാക്ക് ടു കിച്ചൺ. അങ്ങനെ നമ്മളിവിടെ എത്തി. മെയിൻ പരിപാടിയായിട്ടുള്ള ഇതിൻ്റെ സ്മോക്കിംഗ് അല്ലെങ്കിൽ വർക്ക് ഫ്രൈയിങ് കഴിഞ്ഞു. ഓടിയിരിക്കട്ടെ. ഇനിയാണ് അല്ലേ ഗോവൻ മസാല, അതല്ലെങ്കിൽ സൊർപ്പോട്ടൽ മസാല, അതല്ലെങ്കിൽ നമ്മുടെ വിൻഡലു മസാല. ആദ്യം കുറച്ച് നമുക്ക് സബോള വഴറ്റണം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാം. ഇത് ഞാൻ ഉള്ളി വഴറ്റണത് ടാലോ ഉപയോഗിച്ചിട്ടാണ്. 4 ഉള്ളിയോളം ഉണ്ട് കേട്ടോ. ഏതാണ്ട് ഇത്. അപ്പോൾ നമ്മുടെ ഉള്ളി അവിടെ ഇരുന്നിട്ട് സ്വെറ്റ് ആവട്ടെ. ഇനിയാണ് അല്ലേ ഇവരുടെ മസാല. നിങ്ങൾക്ക് വിൻഡലു മസാല അറിയിച്ചെങ്കിൽ പ്രെറ്റി മച്ച് സിമിലർ മസാലയാണ്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ ഞാൻ ഇന്നലെ കാശ്മീരി ചില്ലി ഒന്നെങ്കിൽ അവർ ബേഡകി, അതല്ലെങ്കിൽ നമ്മുടെ ഈ പിരിഞ്ഞിരിക്കണ കാശ്മീരി ചില്ലി ഇല്ലേ, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാൻ. പിരിഞ്ഞിരിക്കണ കാശ്മീരി ചില്ലി ഇതിന് കുറച്ച് എരിവുണ്ട്. ബേഡകിയാണെന്ന് വെച്ചെങ്കിൽ എരിവ് കുറവുണ്ടാവും എന്നാണ് എന്നോട് ഒനീൽ പറഞ്ഞത്. പിന്നെ മല്ലി, അത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കള്ള് വിനെഗിരി ഉണ്ട്. ഈ കള്ള് വിനെഗിരിയിൽ ഞാൻ കുതിർത്തി വയ്ക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം മുന്നേ കുതിർത്തി വയ്ക്കുകയാണെങ്കിൽ അരച്ച് പേസ്റ്റ് ആക്കാനായിട്ട് എളുപ്പമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കുറച്ച് ഗാർലിക്കും ഉണ്ട്, ഇഞ്ചിയും ഉണ്ട്. ഇതിനെ നമുക്ക് പേസ്റ്റ് ആക്കണം. ഒരു ലേശം മഞ്ഞപ്പൊടി, ഇനി കുറച്ച് ജീരകട്ടാ. ഇനിയുള്ളത് ഏലക്കായ, അതല്ലെങ്കിൽ ക്ലൗസ്, അതെല്ലാം ഇവർ ചേർക്കുന്നതിന് പകരം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗരം മസാല കുറച്ച് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഞാനിത് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഈ സൗണ്ടേ സിമെൻറ്റ് ചട്ടിയിൽ ഇങ്ങനെ മാന്തണ സൗണ്ടും മിക്സി അടിക്കുന്ന സൗണ്ടും രണ്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. പേസ്റ്റ് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൽ 2 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാൻ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാട്ടിത്തരാം. ഇനി ഇതേ നമ്മുടെ ഇന്നലത്തെ ചോര സ്റ്റോക്ക്. ഇതിൻ്റെ കോളാജനൊക്കെ നോക്കിയേ, ജെല്ലി മിഠായി പോലെ ഇല്ലേ. ഇതിൻ്റെ മുകളിൽ ഈ ലംബ് പോലെ കാണുന്നതാണ് ആക്ച്വലി ചോര. ഓക്കെ, ഈ സ്റ്റോക്കാണ് ഇതിൻ്റെ ആത്മാവ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കറീനെ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ തിക്നെസ് എങ്ങനെയാണ് വേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. നെവർ ത്രോ ഇറ്റ് ഔട്ട്. ഓക്കെ, ഇനി ഇതേ നമുക്ക് നമ്മുടെ പോർക്കിനെ കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തോ. നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ടല്ല, നിങ്ങൾക്ക് വായയിൽ കൊള്ളണ സൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ച്യൂവ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത്. നമ്മുടെ ചെവിയിലുള്ളിൽ കാട്ടിലേക്ക് നോക്കിയേ. ഈ ചെവിയുടെ ഒരു സംഗതി നിങ്ങൾക്ക് അറിയോ? ഈ ചെവിയുടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ സ്കിന്നാണ്. ഇതിനെ നമ്മൾ ഉണക്കി എടുത്തിട്ടോ അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടോ കഴിക്കുകയാണെങ്കിൽ 100 ഗ്രാം പോർക്ക് സ്കിന്നാണെങ്കിലും ചെവിയാണെങ്കിലും 60 grams ഓഫ് പ്രോട്ടീനാണ് കേട്ടോ. നിങ്ങൾക്കറിയായിരുന്നു അത് ഈ ടെക്നിക്കൊക്കെ. ഞാൻ നിങ്ങൾക്ക് എന്തോരം ടെക്നിക്കാണ് പറഞ്ഞു തരുന്നില്ലേ. ഇതിൻ്റെ ടെക്നിക്ക് കാരണേ. ഇനി നമ്മുടെ
കുടല് നോക്കിയേ കണ്ട നല്ല നെയ്യ് വെന്തിട്ടുള്ള മണട്ടാ അതിൻ്റെ ഉള്ളിൽ നോക്കിയേ കണ്ട ഞാൻ അതാണ് ഇടയ്ക്കിടയ്ക്ക് പറയണത് അങ്ങോട്ട് ഇതിന് കൽപ്പമൃഗം എന്ന് കുടല് നോക്കി നമുക്ക് വെറുതെ ചാർ ഗ്രില്ല് ചെയ്ത് ഇതിൻ്റെ മാത്രം ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവും. പണ്ട് ലാമ്പിൻ്റെ ഒരു സാധനം ചെയ്തിട്ടില്ലേ കൊക്കറോച്ച എന്ന് പറഞ്ഞിട്ട് ആ കൊക്കറോച്ചൻ്റെ പോലെ സാധനം കേട്ടത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ബെറ്റർ ദാൻ ബോട്ടി ബ്യൂട്ടിഫുൾ വെറുതെ അല്ല കേട്ടാ ഈ കംബോഡിയൻസ് ഈ സാധനം കണ്ടമാനം മേടിച്ച് കഴിക്കണേ ഇപ്പോഴല്ലേ ടെക്നിക്ക് കൂടി കിട്ടിയേക്കോട്ടെ കഴിക്കാൻ ശരിക്ക് പോർക്കിൻ്റെ ലിവറാണ് കേട്ടോ അടിപൊളി അതായത് ബീഫിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പോർക്കിൻ്റെ ലിവറാണ് ഇഷ്ടം കമ്പയർ ചെയ്യുമ്പോൾ സത്യത്തിൽ ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ല അത് വേറെ കാര്യം ബെല്ലി പീസ് ഓഹോ ആ ബ്യൂട്ടിഫുൾ പീസ് മാൻ നല്ല ചാർ ഗ്രിൽഡ് സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഡൺ ഓൾമോസ്റ്റ് ഒരു 2 കിലോ ഉണ്ടാവും കേട്ടോ ഓക്കെ ഞാനൊരു 4 ഉള്ളിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മസാല ശരിയാക്കാം ചേട്ടാ നമ്മുടെ ഉള്ളി നന്നായിട്ട് സാക്രമൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ മസാലക്കൂട്ടില്ലേ എപ്പോഴും ഒരുപാട് ചേർക്കണം കേട്ടോ നമുക്ക് ലാസ്റ്റ് ഇതിനെ ടേസ്റ്റ് നോക്കിയിട്ട് ബാലൻസ് ചെയ്യാമല്ലോ വെച്ചെങ്കിൽ പണി പാളും ചിലപ്പോൾ ഓവാ നല്ല മണം വന്നില്ലേ കൊള്ളേ ഓക്കെ ഇനി നമ്മുടെ ചോര സ്റ്റോക്ക് ഇതൊന്നും നമുക്ക് മുഴുവൻ ചേർക്കണ്ട കുറച്ച് മതിയേ ലാസ്റ്റ് നോക്കാണ്ട് ഓക്കെ ഇനി നമ്മുടെ പോർക്ക് ഞാൻ ചേർക്കണം കേട്ടോ ഇനിയാണ് നിങ്ങൾ ചിലപ്പോൾ അയ്യോ ഈ ഒരു സാധനം ഇട്ടിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ല എന്താണ് മസ്റ്റേഡ് ഒരു അരച്ച് ചേർക്കും നമുക്ക് അരച്ചത് മേടിക്കാൻ കിട്ടുമല്ലോ ഞാൻ എന്നതേ ഇംഗ്ലീഷ് മസ്റ്റേർഡാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഗുണം നമ്മൾ ഇങ്ങനെ മേടിക്കുമ്പോൾ എന്താ ഗുണം എന്നറിയോ നമുക്കിതിൽ എപ്പോൾ ചേർത്തിട്ട് അവസാനം വരെ സീസണിങ് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ മേടിക്കുമ്പോൾ മറ്റേത് അരച്ച് ചേർക്കുമ്പോൾ കണക്കൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനി എന്താണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കുറച്ച് ഉപ്പ് ഈ മസാല അരയ്ക്കുമ്പോൾ അതിൽ പെപ്പർ ചേർക്കും ഞാൻ പെപ്പർ ഒരു ലേശം ഇപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർക്കണേ ടേസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടാ ഒരു തരിയും കൂടെ ഉപ്പ് വേണം കുറച്ചും കൂടി സ്റ്റോക്ക് വേണം കേട്ടാ ഈ സ്റ്റോക്ക് എനിക്ക് വേണം കറക്റ്റായിരിക്കുന്നത് തോന്നണം എന്നിട്ട് നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കണം ഇവനെ കുറച്ചധികം നേരം ഒരു അരമണിക്കൂറെങ്കിലും ഇവനെ സ്ലോ കുക്ക് ചെയ്തെടുക്കണം എന്നാലാണ് അത് ഇങ്ങനെ ഈ പോർക്ക് നന്നായിട്ട് ഇതിൽ ചേരുള്ളൂ അതിനാണ് ഓക്കെ ഏട്ടാ അപ്പോൾ ഞാൻ ഇതൊരു അരമണിക്കൂർ തീ കുറഞ്ഞിട്ട് ഇവിടെ ഇരിക്കട്ടെ പതുക്കെ ഇരുന്ന് സിമ്മറാവട്ടെ അപ്പോൾ അതേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി തുടങ്ങിയ പരിപാടി ഇന്ന് വരെ എത്തിയിട്ടുണ്ട് എപ്പോഴും അല്ലേ കറി നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെക്കണം നമ്മുടെ കറി ഞാൻ വീണ്ടും ഇപ്പം തന്നെ തെറ്റിയിട്ട് പാകൂട്ടി പറഞ്ഞു തന്നെയായിരുന്നു ഇപ്പം അതൊക്കെ പറയാം സിനിമയിൽ കഴിഞ്ഞ ദിവസം സിനിമയിൽ എന്ത് പറഞ്ഞില്ലോ മറ്റേ ബിന്ദു മണിക്കര് നിൻ്റെ അച്ഛൻ്റെ എന്താ സാധനം പറയുന്നത് വാട്ടാറ് പോലെ നമ്മുടെ കറിയോടി ഇരിക്കുന്നുണ്ട് കേട്ടാ ഇനി ഗോവയിൽ എന്ന് കഴിഞ്ഞപ്പോൾ ഇവരോട് ഒരു ഗോവൻ ഡ്രിങ്ക് ഇല്ലേ ഫെനി അതുപോലെ തന്നെ കോക്കും സിറപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഗോവൻ ഫെനി ഈസി ഡ്രിങ്ക് കിട്ടാ ഓക്കെ പട്ടച്ചാരായം ഇവിടെ പിന്നെ പട്ടച്ചാരായത്തിനൊരു പഞ്ഞില്ല വിളിച്ച് പറഞ്ഞാൽ സാധനം എത്തും ആ കോക്കും സിറപ്പ് ലിംക്കിയാണ് വേണ്ടത് ലിംക്കയ്ക്ക് പകരം ബുണ്ടാബർഗ് പോൾവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലിമോൺ പച്ചമുളക് ഇനി എന്താ ഉപ്പ് ഈ കോക്കും സിറപ്പിലുണ്ട് ശരിക്കും മധുരമുള്ള സിറപ്പ് വേണ്ട നമ്മൾ മേടിച്ചത് തെറ്റി ഇത് ഉപ്പുള്ളതാ ഇനി ഒരു ഗ്ലാസ് കുറച്ച് ഐസ് അത് തന്നെ നമ്മുടെ വീണ്ടും ഗ്ലാസ് എത്തിയിരിക്കുന്നു കുട്ടികളെ തണുത്ത ഗ്ലാസ് ഇനി നമ്മുടെ മാസമരിക സ്പെഷ്യൽ ബാർടെൻഡർ ഇതാണ് ഇത് ഐസോ ഫെനിയാണ് കേട്ടോ വേണ്ടേ ഇത് ശർക്കരയിൽ നമ്മുടെ നാട്ടിലെ തെങ്കാശി ശർക്കര എന്താ ശർക്കര മറയൂർ ശർക്കരയിൽ വാറ്റിയിട്ടുള്ള പട്ടച്ചാരായാണ് ഇതൊരു 50 ml മാമ 50 മതിയാവോ 50 ഒരു ലേശം ഒഴിക്കുക അല്ലേ നന്നായിട്ട് ബോധം പോട്ടെ ഗ്ലാസ് നല്ല രീതിയിൽ കാണണ്ടേ ഇനി ഒന്ന് മുകളിലേക്ക് വന്നിങ്ങനെ ഒഴിക്കണത് ആ കോക്കം സിറപ്പ് ഇതിലേക്ക് ഇങ്ങനെ വീണതൊന്ന് മുകളിൽ നിർത്ത് ദേ കോക്കം സിറപ്പ് ഇത് ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ അവരിതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉപ്പിടുന്നില്ല കാരണം ഈ സിറപ്പിൽ ഉപ്പുണ്ട് അത് കാരണം ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്നൊന്നും അതെ ഇതിൻ്റെ അളവിക്ക് അറിയില്ല കേട്ടാ നമുക്കൊരു ഒറ്റ അളവുള്ളൂ ബോധം പോണ അളവ് അത് കാരണം മദ്യം ഒരിക്കലും കുറയരുത് ഓക്കെ ലൈമാണ് അവർ ഒഴിച്ചത് നമ്മുടെ ലെമൺ ആണ് ഉള്ളത് പിന്നെ ബുണ്ടാബർഗ് ഉണ്ട് ബുണ്ടാബർഗിന് വരെ അവർ 7up ആണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടൻബർഗ് അല്ല കേട്ടാ ബുണ്ടാബർഗ് കുറച്ച് ലിമോൺ ഇനി ലാസ്റ്റ് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ഇതിലിട്ട് ഇളക്കുക ഞാൻ ഡ്രിങ്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നൗ ഇറ്റ്സ് എ ടൈം ടു ബ്രിങ് അവർ സോർപോത്തൽ എനിക്കിങ്ങനെയൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുന്നു എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ലല്ലോ എന്താണെന്ന് എനിക്കറിയില്ല എപ്പോഴും ഞാൻ പറയണ പോലെ കൽപ്പ മൃഗം അതിൻ്റെ എല്ലാ ഭാഗവും ഇതൊക്കെയേ ഇപ്പം നമ്മളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയേ വെന്തൊടഞ്ഞൂട്ടാ അവൻ
ഇതുപോലെ വേണം കേട്ടോ. നമുക്ക് നന്നായിട്ട് വെന്തുടയണം. കടി നിൽക്കരുത് ഇതിൻ്റെ മുകളിൽ. കടി ഉണ്ടായ പണിയാണ്. ഈ കറിയിൽ എനിക്കൊരു ഡ്രോബാക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. അവിടെ നിന്ന് കഴിച്ച കറി കുറച്ചുകൂടി ചുമപ്പായിരുന്നു. ബേടകി മുളകിട്ടിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ചുമപ്പ് വരും. രണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള കാരണം തന്നെ സ്മോക്ക് ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് കറുത്ത കളറ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഒരു ബീഫ് കറിയുടെ കളറാണ് നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷെ നല്ല റെഡ് കളറിലാണ് അവരുടെ കറി വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ഇന്നോവേഷൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് കേട്ടോ. മാമിന് കുടലും ചെവിയും ഒക്കെയുള്ള പീസ് എടുക്കാം. മാമിന് ചെവി കടിക്കുന്ന സ്വഭാവം ഉണ്ട് ഇത്രേ. ആരെങ്കിലും ചെവി തിന്നാൻ മാമൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പോവിന് തലയാ അത്രേ താല്പര്യം, തല തിന്നാൻ. ഹായ് എന്തിനാ അതപ്പോ ഞാൻ ചോദിക്കുന്നേ, അവന് ബെല്ലി മതി ഇത്രേ. നീ ഭാഗ്യം, നീ പോർക്കിന്റെ വട വേണമെന്ന് പറഞ്ഞില്ലല്ലോ. പോർക്കിന്റെ വട 2 പീസ് ഉണ്ടോ ചേട്ടാ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ട വടയെ പിന്നെ കണ്ടിട്ടില്ലെന്ന്. ഇനി സോർപോത്തിൽ നമ്മൾ കഴിച്ചത് ഗോവൻ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സന്നാസ്, അതല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പം. ഇത് നമ്മുടെ കൂട്ടുകാരൻ രോഹിത്തിന്റെ അമ്മ ഇന്ന് ഉണ്ടാക്കിയിട്ട് തന്നതാട്ടാ. അവര് തന്നതില് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ കത്തി കൊണ്ട് മുറിക്കുന്നില്ല അല്ലേ, നമുക്കെല്ലാം ഇങ്ങനെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലാട്ടാ അവർ കഴിക്കുക. ഓക്കെ, ഞാനപ്പോൾ അതിവിടെ 2-3 പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത് ക്രിസ്ത്യാനികൾ മാത്രം ഉണ്ടാക്കുള്ളൂ എന്നാണ് മാമൻ പറഞ്ഞത്. ജാതി വർഗീയ എന്ത് മനുഷ്യനാണ് താ മനുഷ്യനെ. തിരുവനന്തപുരത്ത് ഇതില്ലാന്ന് നോക്കാട്ടോ. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മീൻ മറ്റേ മണലിൽ പൊതിഞ്ഞിട്ടേ വെച്ചിട്ടുള്ളൂ. ഞാൻ ആ കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിവിടെ ന്യൂസിലാൻഡ് ഗവൺമെന്റിലും അമേരിക്കയ്ക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്, മീൻ പ്രിസർവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. ഭയങ്കര ടെക്നിക്കാണ് നിങ്ങൾ തിരുവനന്തപുരത്തേരി. ഇവരെപ്പോൾ എടുക്കും വരിക തിന്നാ. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഡ്രിങ്ക് എങ്ങനെയുണ്ടെന്ന് പറയേ. മാമൻ അപ്പോഴും 2 ഗ്ലാസ്സിലാട്ടാ. ഒരു കൈ അടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുടിക്കണ്ടാവും. എനിക്ക് കണ്ട അടിയിൽ കൈ ഒന്ന് നല്ലതാണോ മാമ? നല്ല ഡ്രിങ്കാ? ഓ, ഒരു കോഫി പോലെ അങ്ങനെ കഴിക്കുങ്ങളെ. ഇതെന്തൊരു ഐസ് തിന്നല്ലോ. ഇതെന്തിനും ഇങ്ങനെ കഴുത്ത് പോയി. നിന്റെ കളർ ഇത് നല്ല മാച്ചിങ്. ഇതൊക്കെയാ അപ്പൊ കുടിക്കരുത്. ഇവിടെ ഇങ്ങനെ പിടിക്കണ ഹാർട്ട്. ഇത് മിളകിട്ടിട്ട് ഇളക്കിയാ ഒരു ചെറിയൊരു പുളി നല്ല ചൂടത്ത് കുടിക്കാനായിട്ട്. ഓ ശരിയല്ലേ, ചൂടത്തിന് സൂപ്പർ ആയിട്ടാ. ഇനി ശിഷ്യന്മാർക്ക് അന്നാസ്, നീ ഇതിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒരു നല്ല, നിനക്ക് ബെല്ലി പീസ് മതി എന്നല്ലേ പറഞ്ഞേ? പൊക്കിലുള്ള ഭാഗം വേണോ അല്ലാത്തത് വേണോ? പൊക്കിളില്ല. ഓക്കെ, ഇതിൽ സ്മോക്ക് ചെയ്ത പീസ് ഉണ്ട്. ഗോൾഡൻ അടുത്ത് വന്നിട്ട് ഇപ്പം മുക്കണമെന്ന് എടുത്തേ. ഏത് ഇപ്പം മുക്കണമല്ല, നന്നായിട്ട് കഴിച്ചോ. ഒരു പീസ് കഴിച്ചോ നീ? എന്താ ഇപ്പം പോർക്ക് കഴിക്കാത്തവൻ അങ്കമാലിക്കാരൻ, നാണക്കേട് ഉണ്ട് മോനെ. യാക്ക് ചിമിട്ട് പോലെ അങ്ങോട്ട് വയ്ക്കുവായല്ലേ. ഓ, കള്ളപ്പം തിന്ന് തീർക്കാനല്ലാണ്ട്. കറി എങ്ങനെയുണ്ട്? ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ്. ഒരു വേറെ ഇരിക്കുന്ന കുടലും കൂടെ കഴിക്കും. നീ കഴിക്കാത്തവനല്ലേ? കുടല് കഴിക്കേ. നീ ഛർദ്ദിച്ചാൽ ഞാൻ കോരാം. ഇതെന്തിട്ട് പുറത്തേക്ക് വരണേ? നീ കഴിക്കറാടെ ഫുഡല്ലേ. ഊമ്പാനല്ലേ തരുന്നേ? അല്ല സോറി, ബൂമ്പാങ്. കുറെ ആൾക്കാർ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞേ, ഞാൻ അത് വെറുതെ പറയണേ. ഒരു പ്രത്യേക ടേസ്റ്റ്, കറി കൊള്ളാം. അതന്നെയല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ചും കൂടെ എടുത്തോ. ഇതെടുത്തോ കുടലും മാമന് മുക്കി കൊടുത്തേ. ഒരു ഗോൾഡേ, മാമന്റെ മുക്കിലെടുക്ക് നീ. മാമൻ അങ്ങനെ പറ്റില്ലല്ലോ. മാമൻ ഒരു ചെവിയൊക്കെ വെച്ചേ. ഞാൻ ചെവിയും കുടലും എല്ലാം കഴിയും. ചെവി ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയായി. കുടലെടുത്തിയോ? ഇത് കുടല് എനിക്ക് തോന്നുന്നു പുളിയുള്ള അപ്പാണെങ്കിൽ മറ്റേ പുളിച്ച പോലെ. ഇതിൽ കറിക്ക് പുളി ഉണ്ടല്ലോ. അതുണ്ട്. നിനക്ക് മധുരം ഉണ്ട്. ഞാൻ മധുരം ഇടാൻ പറഞ്ഞിട്ടാ. എനിക്ക് മധുരം ഉള്ളത് ഇഷ്ടമായ കാരണം ഗോവ വരെ ഒന്ന് പോയേണ്ടി വരും. ഗോവ വരെ ആ പേര് പറഞ്ഞിട്ട് പോവാനാ? ഏത് കള്ളു കുടിക്കാനാ? അതോ ഇതിനാ അതോ ഇതിനാ? ഫുഡ് കഴിക്കാനാ. ഞാൻ വിചാരിച്ചു ബെല്ലി കഴിക്കാനാ ഒന്ന്. അല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഗോവയിൽ ഇത്രയും വെറൈറ്റി ഉള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് ആർക്കറിയാന്ന്? ഞാനുള്ള കാരണം ഇതൊക്കെ പറഞ്ഞ നമ്മുടെ ഭാഗ്യം. അടിപൊളി സാധനം ഇത്. നമുക്ക് മലയാളികളുടെ ടേസ്റ്റിന് പറ്റിയ സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും.
ഞാൻ നല്ല എരിവ് തോന്നുന്നു, പക്ഷെ നല്ല മൈൽഡ് ഫ്ലേവർ. അത് നമ്മുടെ കാശ്മീരി ചില്ലിയുടെ ആയതുകൊണ്ടാണ് കേട്ടാ. ഞാൻ ഇതിനൊരു ചെവി, പിന്നെ ഒരു ലേശം ബെല്ലി, ഇനി ഒരു കുടല് പൊക്കട്ടെ. എനിക്ക് കുടല് നേരത്തെ കഴിച്ചപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുടല്, 2 കുടല്, ദെൻ കൈ ഇങ്ങനെ മുക്കിയിട്ട് 2-3 കുടലുണ്ട് കേട്ടോ. ഓ എന്താ പറയാ, ദ കോമ്പിനേഷൻ ഓഫ് പുളി, ഉപ്പ്, മസ്റ്റർഡിൻ്റെ ക്രാണം, പിന്നെ കുടലിൻ്റെ ചെറിയൊരു ബോട്ടി മണം, പിന്നെ നെയ്യ് നോക്കി ഇതിന് മുകളിൽ നമ്മൾ പ്രത്യേകിച്ച് ബീഫിൻ്റെ ലാടൊക്കെ ഉപയോഗിച്ച കാരണം നല്ല നെയ്യുള്ള ആ ചെവിയുടെ മറ്റേ ഇതൊന്നും അറിയണ പോലും ഇല്ലല്ലേ, ചെവിയാന്ന് പോലും അറിയണില്ല കേട്ടോ. ഞാൻ ചെവി വരെ കുക്ക് ചെയ്തിട്ട് കുടലറിഞ്ഞില്ലോ, അറിയില്ല. നമ്മുടെ കഴിക്കുമ്പോൾ നമ്മുടെ കുടൽ പോലും അറിയില്ല, അമ്മാതിരി സാധനമാണ്. വിൻഡലു സെയിം റെസിപ്പി ഫോളോ ചെയ്യുക. എന്നിട്ട് പോർക്കിൻ്റെ എല്ലാ ഭാഗവും കടയിൽ എന്നിട്ട് മേടിച്ചോടുന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ട് യു മേക്ക് ദ കറി. ആൻഡ് ആൽക്കഹോൾ പ്രൊമോട്ട് ചെയ്യല്ല, ട്രൈ ദിസ് ഓൾസോ. വോഡ്ക്കൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് പിടക്കിട്ടാ. ഓക്കെ, അപ്പോൾ ഇതാണ് പോർക്ക് സോർപോറ്റൽ. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ. ദേ നമ്മുടെ വാല് നോക്കിയേ, ഇത് കണ്ട, നമ്മുടെ വാലല്ല, പോർക്കിൻ്റെ ആ വാലിൻ്റെ അറ്റ ഓർക്കുണ്ട് നിങ്ങൾ, സൂപ്പറായിട്ടില്ലേ? ഇതിങ്ങനെ വിഴുങ്ങുമ്പോൾ അണ്ണാക്കിലേക്ക് കയറി പോയിട്ട് ചാവാണ്ടിരുന്ന മതിയായിരുന്നു. ഏത് ഇതാ വാലാ? ഇത് വേണ്ട, അവനങ്ങനെ അത് കഴിക്കേണ്ടത്. നന്നായിട്ട് വെന്തു കേട്ടോ സാധനം, സൂപ്പറായിട്ട് വെന്തു. കണ്ടാ നൈസായി. ഈ കറി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, കിരണിന് ഒരു മോനും ഉണ്ടായിട്ടുണ്ട് മിനിഞ്ഞാന്ന്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് കൊണ്ടുപോയിട്ട് അവന് കൊണ്ടുകൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പുള്ളിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. എന്താ അമ്മ അല്ലേ? നിങ്ങളെല്ലാവരും ചോദിക്കാറില്ലേ കിരൺ എവിടെയെന്ന്? ചേട്ടാ കിരൺ, നിങ്ങളുടെ സ്വന്തം കിരൺ, സ്കൂളിൽ പോണ മാമൻ. ഇതാ ഞാൻ പോർക്ക് സൊർപ്പോത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാ. കൊച്ചിക്കാരാണ് സൊർപ്പോത്തിൽ അല്ലെങ്കിൽ വിന്തലിന് മാർക്ക് ഇടുള്ളൂ. കിരണിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇത് കണ്ട, കിരണിന്റെ ലൈഫിലെ അടുത്ത പ്രശ്നമാണ് ഈ ഇരിക്കുന്നത്. ആടുക. കിരണും ഒരു ആട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ളപ്പോ, കുഞ്ഞിന് ഒരു ആട്ടുണ്ട് കേട്ടാ. ആഫ്റ്റർ ലോങ് ടൈം. അപ്പോ കിരണിന് ബേബി ഉണ്ടായതിന്റെ ഇതില് ജസ്റ്റ് ഫോർ ദ ടീം മൈ എവരി വൺ കം ഓൺ ഗ്രാബ് ദ ഡ്രിങ്ക്. ഫാമിലി മാൻ ആയ കാരണം കിരണിനെ കിട്ടാല്ല. എന്തൊരു സന്തോഷം അറിയോ അല്ലേ? പറഞ്ഞില്ല. നീ നമ്മുടെ പോർക്ക് സർപ്പോട്ടൽ അല്ലെങ്കിൽ വിന്തലുന്റെ ചേട്ടൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, നിങ്ങൾ 3 പേര് കൊച്ചിക്കാരുണ്ട്, ഒരു 3 പേര് കൊച്ചിക്കാർ, അത് കാരണം ഓക്കെ ടേക്ക് യുവർ ടൈം ആൻഡ് ലെറ്റ് മീ നോ. ഗ്രില്ല് ചെയ്ത നല്ലൊരു ഗ്രില്ല് ചെയ്ത് ഉണ്ടാക്കിയതാ. അത് നല്ല സോസി ജ്യൂസി. ഞാൻ വിന്താലു നല്ല പുളിയാണ്, പക്ഷെ ഇത് അളിയൻ പറഞ്ഞ ഒരു സ്മോക്കി ഫ്ലേവർ ഉണ്ട്. പുളി ഇല്ലേ? പുളി ഉണ്ടല്ലോ. പുളി പക്ഷെ വിന്തോലിന്റെ അത്രയും അത്രയും കേറിയിരിക്കുന്നില്ല. അപ്പൊ കുറച്ചുകൂടി അടുത്തോണം കേട്ടാ. പുളിയായിട്ട് എന്താ നാരങ്ങ ഇല്ല, കള്ളു വിനഗിരി. ഞാൻ കള്ളു വിനഗിരി കൊണ്ടൊന്നും. നിങ്ങൾ കൊച്ചിക്കാരനല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നിയ? ഞാൻ കൊച്ചിയല്ല. എനിക്ക് ഇവര് പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ പറയാനൊന്നും അറിയത്തില്ല. സാധനം പൊളിയാണ്. ശബ്ദം പോയി അല്ലേ? കൊച്ചി എന്തല്ലേ പണ്ട് മറ്റേ 100 അത് മറ്റേ മാർഷൽ സ്പീക്കറിൽ 100 പാട്ടിട്ടിരുന്ന ടീമാണ്. ഇപ്പൊ സൗണ്ട് ഇല്ല, സംസാരിക്കുമ്പോൾ പുറത്തോട്ട് സൗണ്ട് വരുന്നില്ല. ഇന്നലെ വരെ എങ്ങനെ മനുഷ്യനാന്നറിയോ? ഇപ്പൊ എപ്പടി ഇരിക്കാറേ പാടുങ്ങളെ ഉലകമേ മാറിപ്പോച്ചടാ.